നമ്മുടെ ഓരോ മഹാന്മാരായ നേതാക്കളുടെ, പണ്ഡിതന്മാരുടെ, ആത്മീയ നേതാക്കളുടെ ചരിത്രങ്ങൾ പൊന്നുമക്കളെ, മുത്താലിമീങ്ങളെ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ സമയം അതിന് ഉപയോഗപ്പെടുത്തണം. അവരെക്കുറിച്ച് വായിക്കണം, അവരെക്കുറിച്ച് കേൾക്കണം. നമുക്ക് ആവേശം തോന്നിപ്പോകും. എന്തുകൊണ്ട്? എന്താണ് നമ്മുടെ ആവേശം? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊണ്ടവർ ആരായിരുന്നു? ഖുർആനിന് വേണ്ടി നിലകൊണ്ടവർ ആരായിരുന്നു? ആരായിരുന്നു തൗഹീദിന്റെ അഹ്ലുകാർ? ആരായിരുന്നു ഖുർആനിന്റെ അഹ്ലുകാർ? വിദഗ്ധകാരൻ നാഴികക്ക് 40 വട്ടം ഞങ്ങളാണ് തൗഹീദി പ്രബോധകർ, ഞങ്ങളാണ് തൗഹീദിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞ് വഹാബികളും മൗദൂദികളുമൊക്കെ ഗീർവാണം മുഴക്കി നടക്കുമ്പോ വിനയത്തോടെ അവരോടൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ നേതാക്കളും പലരും മരിച്ചു പോയിട്ടുണ്ടല്ലോ തൗഹീദിന് വേണ്ടി എന്ന ആവേശം കൊണ്ട ആളുകൾ. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളുടെ നേതാക്കളൊക്കെ അന്ത്യയാത്ര നടത്തിയതുപോലെ ഉളൂറോടുകൂടെ, പുഞ്ചിരിയോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ ഖുർആനോദി അല്ലെങ്കിൽ ഖുർആനോദുന്ന മജ്ലിസിൽ വെച്ച് നല്ല രാത്രികളിൽ നല്ല രൂപത്തിൽ മരണപ്പെട്ടു എന്ന് പറയാൻ എന്താണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? അത് പല മരണങ്ങളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട്, അതൊരു മാന്യതക്ക് നിരക്കാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. മഹാന്മാരുടെ ഗുരുത്തക്കേട് വാങ്ങിയവർ, അള്ളാന്റെ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ഉഖ്റവിയായ ആലിമീങ്ങളുടെയും മഹാന്മാരുടെയും ഗുരുത്തക്കേട് വാങ്ങിയ പലരുടെയും അന്ത്യം മോശമായിരുന്നു. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ പറയുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുന കാസർഗോഡ് ഖാദിയായിരുന്ന ടി.കെ.എം. ബാവ മുസ്ലിയാർ മഹാനവറുകളെ ഓർക്കുകയാണ്. മഹാനവറുകളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി കട്ടിലിൽ നിന്ന് മാറ്റിക്കിടത്തുന്ന സമയത്ത് തലയണയുടെ ചോട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി. ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് എന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവസാനം സംസം വെള്ളം എന്റെ ശരീരത്തിൽ പുരട്ടണം എന്നാണ്. എങ്ങനെയാണ് അന്ത്യയാത്ര വേണ്ടത്? കുറച്ച് പണവും അവിടെ സൂക്ഷിച്ചിരുന്നു. അവസാന കർമ്മങ്ങൾ, അവസാന കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് എഴുതി വെച്ചിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ടി.കെ.എം. ബാവ മുസ്ലിയാർ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ചെമ്പരിക്ക ഉസ്താദ്, ചെമ്പരിക്ക ഖാദി ഷഹീദായി മരണപ്പെടുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അതിനാണ് പടച്ച റബ്ബ് മഹാനവറുകൾക്ക് അവസരമൊരുക്കിയത്. അതും ഒരു തിങ്കളാഴ്ച രാവിലെ ആ സമയത്ത് നല്ലൊരു ദിവസമാണ് ബഹുമാനപ്പെട്ടവർക്ക് അവസരമുണ്ടായത്. ഷഹീദായി മരണപ്പെടുമ്പോഴും ആ ഒരു നല്ല ദിവസം ഈ ലോകത്തോട് യാത്ര പറയാൻ ബഹുമാനപ്പെട്ടവർക്ക് അവസരമുണ്ടായി. ഓരോ നല്ല ദിവസങ്ങൾ വരുമ്പോ നമുക്ക് മഹാന്മാരെ ഓർക്കാനുണ്ടാവും. റജബ് 27-ാം രാവ്, മേറാജിന്റെ രാവ്, ബഹുമാനപ്പെട്ട ശൈഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസമാണ്. അറഫയുടെ ദിവസം വരുമ്പോ, മുഹറം 10ന്റെ ദിവസം വരുമ്പോ, റമദാനിലെ ഓരോ ദിവസങ്ങൾ ശ്രേഷ്ഠമായ ഒറ്റയിട്ട രാവുകൾ, അവസാനത്തെ ദിവസങ്ങൾ ഓരോ ദിവസവും വരുമ്പോ ആ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് മഹാന്മാർ ആ ദിവസമാണ് മരണപ്പെട്ടു പോയത് എന്ന് അവർ അനുസ്മരിക്കാനും അവരെക്കുറിച്ച് പറയാനും നമുക്ക് സാധിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാർത്ഥനാ ദിനങ്ങളിൽ വല്ലാത്ത അത്ഭുതമാണ് അതൊക്കെ. 2 കൊല്ലം മുമ്പ് ഒരു പ്രാർത്ഥനാ ദിനം കഴിഞ്ഞു. ആ പ്രാർത്ഥനാ ദിനത്തിന്റെ അന്ന്, സമസ്തയുടെ പ്രാർത്ഥനാ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മദ്രസകളിലും, മഹല്ലുകളിലും, ദർസുകളിലും, അറബി കോളേജുകളിലൊക്കെ അന്ന് പ്രത്യേകം ദുആ നടക്കും. ആ പ്രാർത്ഥനാ ദിനം രാവിലെയും വൈകുന്നേരവും ഒക്കെ സദസ്സുകൾ നടക്കുകയാണ്. അന്ന് രാത്രി ഞങ്ങളൊക്കെ പങ്കെടുത്ത പല മജ്‌ലിസുകളിലും അന്ന് പറഞ്ഞ് ഇന്ന് മരണപ്പെട്ട 2 ആളുകളെ പ്രത്യേകം നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്താം. അന്ന് മരണപ്പെട്ടത് ആരായിരുന്നു? ഒന്ന് ബഹുമാനപ്പെട്ട കാളാവ് സീദലി മുസ്ലിയാർ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്തക്ക് വേണ്ടി നാട്ടിലും അബൂദാബിയിലുമൊക്കെ ഓടി നടന്ന ഉലമാക്കളിൽപ്പെട്ടവരെന്നും ഉമറാക്കളിൽപ്പെട്ടവരെന്നും പറയാൻ പറ്റുന്ന തലത്തിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാളാവ് ഉസ്താദ്. പിന്നെ മറ്റൊന്ന് ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി, SMF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശൈഖുന ചാപ്പനങ്ങാടി ഉസ്താദ് എന്ന മഹാനായ വലിയ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്തിരുന്നത്. ഏത് കാര്യവും അള്ളാന്റെ ഔലിയാക്കളെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്ന അങ്ങനത്തെ ഉമറാക്കളാണ് നമുക്ക് കഴിഞ്ഞുപോയത്. അതിൽ ഏറ്റവും മാതൃകാ യോഗ്യനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി. അവിടെയാണ് ഈ ഉമ്മത്തിന്റെ വിജയവും, അവിടെയാണ് നമ്മുടെ സമുദായ നേതൃത്വത്തിന്റെ വിജയവും. ഇന്നും ഉമറാക്കൾ അങ്ങനെയായിരുന്നു. ഉലമാക്കൾ എന്ത് പറയുന്നുവോ അത് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിയുടെ രീതി അങ്ങനെയാണ്. കുടുംബകാര്യവും വ്യക്തികാര്യവും കച്ചവട കാര്യവും ചികിത്സയും എന്താവട്ടെ അത് ചാപ്പനങ്ങാടി ഉസ്താദിനെ പോയി കണ്ട്, ചാപ്പനങ്ങാടി ഉസ്താദ് സമസ്തയുടെ മുശാവറാംഗമാണ്, അള്ളാന്റെ വലിയാണ്, ആരിഫാണ്. അവരുടെ ഉപദേശം കേട്ട് ജീവിച്ച മഹാമനീഷി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത് സമസ്തയുടെ പ്രാർത്ഥനാ ദിനത്തിന്റെ അന്നാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ദുആ മഹാനവറുകൾക്ക് ലഭിച്ചു. ജീലാനി ദിനത്തിന്റെ അന്നാണ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താവുന്നത്. ഇങ്ങനെ ഓരോ മഹാന്മാരെ കുറിച്ച് റജബ് 1-ാം രാവ്, വെള്ളിയാഴ്ച രാവ് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായത്. ഷാബാൻ മാസത്തിലെ ഒരു പുണ്യമായ ദിവസത്തിലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായത്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഹറമിൽ വെച്ചാണ്, മക്കയിൽ വെച്ചാണ് വഫാത്തായത്. ജന്നത്തുൽ മുഅല്ലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്.
ഇങ്ങനെ നമ്മൾ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, തങ്ങന്മാര്, ഉലമാക്കള്, ഉമറാക്കള്, അവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ പ്രസ്ഥാനം ആദർശത്തിന് വേണ്ടി, സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന വഴി അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്.